മറ്റത്തൂരിൽ ബി.ജെ.പി. പിന്തുണയോടെ സ്ഥാനങ്ങൾ നേടിയവർ രാജിവെക്കണമായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജെ. ജനീഷ്. പാർട്ടി തീരുമാനം ലംഘിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ പരിഹസിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമില്ലെന്നും ഒ.ജെ. ജനീഷ് തൃശൂരിൽ പറഞ്ഞു. മറ്റത്തൂരിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു. അവിടെ നിന്ന നിൽപ്പിൽ ബി.ജെ.പി. ആകാൻ സാധിക്കുന്നു. അത് അദ്ദേഹം കൊണ്ട് ആഘോഷിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ ആരെങ്കിലുമൊക്കെ ബി.ജെ.പി. ആകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുകയാണ്. അവിടെ കോൺഗ്രസ്സുകാരും ബി.ജെ.പിയിലേക്ക് പോയതായിട്ടുള്ളതല്ല. അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടുള്ള ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. അയാൾ നിർദ്ദേശിക്കപ്പെടുന്ന ആൾ തന്നെ CPM-ൻ്റെ കൂടെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മറ്റൊരാളെ രണ്ടാമത് വന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഈ 8 പേരും കൂടി നിർദ്ദേശിച്ചത്. ആ വ്യക്തിക്കാണ് ബി.ജെ.പി. ഇങ്ങോട്ടാണ് വോട്ട് ചെയ്തത്. ബി.ജെ.പിക്ക് ഒരു വോട്ട് പോലും കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തിട്ടില്ല. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായും ബി.ജെ.പി. ഇങ്ങോട്ടാണ് വോട്ട് ചെയ്തത്. അവിടെ പക്ഷേ കോൺഗ്രസിൻ്റെ അംഗങ്ങളും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുത്ത DCC ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ ഉയർന്ന് പ്രവർത്തിക്കണമായിരുന്നു, ഉയർന്ന് ചിന്തിക്കണമായിരുന്നു. KPCCയുടെ സർക്കുലർ വളരെ കൃത്യമായി തന്നെയുണ്ട്. ഇത്തരത്തിൽ ആരെങ്കിലും ബി.ജെ.പിയുടെയോ SDP-യുടെയോ അതല്ല CPM-ൻ്റെയോ പിന്തുണ ഉണ്ടായാൽ അത് രാജിവെക്കണം എന്ന് തന്നെ വളരെ കൃത്യമായി തന്നെ KPCCയുടെ സർക്കുലർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സർക്കുലർ പാലിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. അത് പാലിക്കപ്പെടാതെ പോയതുകൊണ്ടാണ് അവിടെ നടപടിയെടുത്തത്.